നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മൾ ഈ വീഡിയോയിൽ 7 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട 2 റിക്രൂട്ട്മെന്റുകൾ നമ്മുടെ കേരളം ആസ്ഥാനമായി ഇന്ത്യയിലെ പ്രമുഖ 2 ബാങ്കുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കും ഫെഡറൽ ബാങ്കിലേക്കുമുള്ള റിക്രൂട്ട്മെന്റുകളാണ്. അപേക്ഷ ഫീസ് ഇല്ലാതെ, പരീക്ഷയില്ലാതെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. സൗത്ത് ഇന്ത്യൻ ഫെഡറൽ ബാങ്കിലെ പാക്കേജ് ഏതാണ്ട് 11 lakh പെർ ആനം ശമ്പളമുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ അതല്ലെങ്കിൽ HCL ഇന്ത്യയിലെ ടോപ്പ് 5 IT കമ്പനികളിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ HCL വർക്ക് ചെയ്യുവാനൊക്കെയുള്ള ചില അവസരങ്ങൾ, അതല്ലെങ്കിൽ കൊച്ചി സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്കിലെയൊക്കെ IT കമ്പനികളിലെ ചില അവസരങ്ങൾ, റിലയൻസ് റീറ്റെയിലിലെ ചില അവസരങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് IT കമ്പനികളിലൊന്നായ HCL ടെക്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം. 2 റിക്രൂട്ട്മെന്റുകളുണ്ട്. ഒന്ന് ചെന്നൈയിലേക്കാണെങ്കിൽ അടുത്ത ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് HCL വർക്ക് ചെയ്യുവാനുള്ള ഒരവസരമാണ്. ചെന്നൈയിലേക്ക് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നോൺ വോയിസ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് നിങ്ങൾ ഇമെയിൽ വഴിയും ചാറ്റ് വഴിയും ഒക്കെ ഇവരുടെ കസ്റ്റമേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആരെയായിരിക്കും ഹയർ ചെയ്യുന്നത്? 2025 പാസ് ഔട്ട് ആയിട്ടുള്ള എല്ലാ ഡിഗ്രിക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം 26 പാസ് ഔട്ട് ആയിട്ടുള്ളവരും അതിന് മുമ്പ് പാസ് ഔട്ട് ആയിട്ടുള്ള അവസരങ്ങൾ HCL ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് 25 പാസ് ഔട്ട് ആയിട്ടുള്ള ഏത് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാവുന്ന അവസരമാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, MS ഓഫീസ് അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചെന്നൈയിൽ വർക്ക് ചെയ്യുവാനായിട്ട് റെഡി ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിലവസരമാണ്. ഈ ജോലിയുടെ ഒരു പ്രത്യേകത ഒക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കസ്റ്റമർ സർവീസിന് താല്പര്യമുള്ളവർക്കുള്ള ജോലിയായിരിക്കും. ഹാൻഡിൽ കസ്റ്റമർ ക്വറീസ് വയ ഇമെയിൽ ആൻഡ് ചാറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ബാക്കി അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുക എന്നുള്ളതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. അപ്പൊ ഈ ഒരു അവസരം മാത്രമല്ല, ഇനി സൂചിപ്പിക്കുന്ന എല്ലാ അവസരത്തിനും നിങ്ങൾ ഈ jobsbridge.com എന്ന സൈറ്റിൽ പോവുക. അവിടെ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കും. നമുക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്, ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. HCL തന്നെ രണ്ടാമത്തെ അവസരം, ഇത് തിരുവനന്തപുരത്ത് ലഭ്യമായിരിക്കുന്ന അവസരമാണ്. ഇത് ആക്ച്വലി HCL അല്ല റിക്രൂട്ട് ചെയ്യുന്നത്. ഇനീഷ്യലി നിങ്ങൾ സെവാൻഡിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റോളിലായിരിക്കും ജോലി ചെയ്യുന്നത്. സെവാൻഡിസ് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ലോകത്തെ തന്നെ ഈ IT ടാലന്റ് ഒക്കെ ഹയർ ചെയ്യുന്ന മേഖലയിലൊക്കെ പ്രവർത്തനമുള്ള ഒരു വലിയ കമ്പനിയാണ് ഈ സെവാൻഡിസ് എന്നത്. അപ്പൊ അവരുടെ റോളിൽ HCL വർക്ക് ചെയ്യുവാനായിട്ട് തിരുവനന്തപുരത്തെ ഒരു അവസരമാണ് രണ്ടാമത് സൂചിപ്പിച്ചേക്കുന്നത്. ഈ തസ്തികയുടെ പേര് ട്രെയിനി അനലിസ്റ്റ് എന്നുള്ളതായിരിക്കും. സർവീസ് ഡെസ്കിലേക്ക് തിരുവനന്തപുരത്തായിരിക്കും ഹയറിംഗ്. 2024, 25, 26 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള അവസരം. അതിൽ തന്നെ BTechകാർ പറ്റും, BSCക്കാർ പറ്റും, BCAക്കാർ പറ്റും. BTech എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിവിലുകാർക്കൊക്കെയുള്ള അവസരമാണ്. മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. പേ പാക്കേജ് പൊതുവെ കുറവാണ്, 2.2 lakh പെർ ആനം CTC എന്ന സൂചിപ്പിക്കും. അപ്പൊ 20,000 താഴെയായിരിക്കും. പക്ഷെ ഇവർ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രീ ക്യാബ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ലഭ്യമാകും എന്ന് മാത്രവുമല്ല, നിങ്ങൾ പ്രൊബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറിയിൽ ഇൻക്രിമെന്റ് തരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 1 year ബോണ്ട് ഉണ്ടായിരിക്കും. അതിനിടയിൽ ചാടിപ്പോയാൽ 40,000 രൂപ നിങ്ങൾ തിരിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. മാനേജിങ് IT ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് നെറ്റ്വർക്കിംഗ് നോളജ്, അതിൻ്റെ വേണ്ട ട്രെയിനിങ് ഒക്കെ തരും. ആദ്യത്തെ ഒരു 4 മുതൽ 6 ആഴ്ച വരെ ഓൺലൈനിലൂടെ അവർ ട്രെയിനിങ് തരും. മറ്റൊരു പ്രത്യേകത, ഇതിന്റെ സെലക്ഷൻ ഇനീഷ്യൽ പ്രോസസ് ഒക്കെ ഓൺലൈനിലായിരിക്കും. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രം ഫിസിക്കൽ പ്രോസസ്സിനായിട്ട് തിരുവനന്തപുരം HCL ചെല്ലേണ്ടതായിട്ട് വരും. അപ്പോൾ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയായിരിക്കും സെലക്ഷന്? വെർസാൻ ടെസ്റ്റ്. വെർസാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ടെസ്റ്റാണ്. അത് ഓൺലൈനിലായിട്ടായിരിക്കും. പിന്നെ വോയിസ് ആൻഡ് ആക്സസ് റൗണ്ട് ഫിസിക്കലായിരിക്കും. ടെക്നിക്കൽ ഇന്റർവ്യൂ HCL വെച്ചിട്ട് ഫിസിക്കലായിരിക്കും. ഇതൊക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ്. ഇത് 2024, 25, 26 പാസ് ഔട്ട് ആയിട്ടുള്ള BTech, BCA, BSCക്കാർക്കുള്ള ഒരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. ഇനി റിലയൻസ് റീറ്റെയിലിൽ ലഭ്യമായിരിക്കുന്ന, നമുക്കറിയാം റിലയൻസ് എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. അവരുടെ റീറ്റെയിൽ സെക്ഷനിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരം.
ഇത് ഗ്രാജുവേറ്റ് സ്റ്റോർ ട്രെയിനിങ് GST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസരമാണ്. ഇത് ഇവരുടെ സ്റ്റോറുകളിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരമാണ്. ഇതൊരു പ്രത്യേകത റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതൊരു പാർട്ട് ടൈം ജോലി ആയതുകൊണ്ട് തന്നെ ഡെയിലി 4 മണിക്കൂർ ജോലി ചെയ്താൽ മതിയാവും. ഇത് പഠിക്കുന്നവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഫൈനൽ ഇയർ ഗ്രാജുവേറ്റ്സ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ആർട്സ്, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് BComോ BBAയോ MBAയോ MHRോ ഒക്കെ കഴിഞ്ഞവരായിരിക്കും പ്രിഫർ ചെയ്യുക. ഞാൻ ബാക്കിയുള്ളവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് റീറ്റെയിൽ സെയിൽസിൽ താല്പര്യമുള്ളവരായിരിക്കണം. അത് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ ഉണ്ട്. അത് കൂടാതെ ഓൺലൈൻ PAT ടെസ്റ്റ് അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ തരുക. എന്നിട്ട് ഇവർ ട്രെയിനിങ് 6 to 9 months ഒക്കെ ട്രെയിനിങ് ഒക്കെ തരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് 4 മണിക്കൂറായിരിക്കും ഡെയിലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. സ്റ്റൈഫൻഡ് ആയിട്ട് 10,000 രൂപ മാസം ലഭ്യമാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് മാനേജർ പോലെയുള്ള തസ്തികകളിൽ പ്രൊമോഷൻ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താണ്ടവര് ഈ jobspreach.com എന്ന സൈറ്റിൽ പോവുക. അവിടെ പോയിട്ട് റിലയൻസ് റീറ്റെയിൽ എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലും നൽകുന്നുണ്ട്. ഇനി ഫെഡറൽ ബാങ്കിലേക്ക് ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 11 ലക്ഷത്തിലധികം പ്രതിവർഷ ശമ്പളമുള്ള അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഫെഡറൽ ബാങ്കിന്റെ അത് കഴിഞ്ഞ് പറയുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒക്കെ റിക്രൂട്ട്മെന്റിന് ഫീസ് ഒന്നുമില്ല, അതും ടെസ്റ്റ് ഒന്നും ഇല്ലാതെ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഫെഡറൽ ബാങ്കിലേക്ക് സെയിൽസ് ഓഫീസർ കോർപ്പറേറ്റ്സ് സാലറി, ഈ ഒരു തസ്തികയിലേക്ക്, അതായത് സെയിൽസ് റിലേറ്റഡ് ജോലിയായിരിക്കും. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സാലറി എന്നൊക്കെ പറയുമ്പോൾ കോർപ്പറേറ്റ്സിന്റെ ഒക്കെ സാലറി അക്കൗണ്ട് ഒരുപക്ഷെ ക്യാൻവാസ് ചെയ്യുന്നതിനുള്ള ജോലികളായിരിക്കും. അപ്പൊ ഇത് ഡിഗ്രിക്കാർക്കുള്ള അവസരമാണ്. പേ പാക്കേജ് ഞാൻ സൂചിപ്പിച്ചു 4.64 lakhs to 10.93, അതായത് 11 lakh വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. മിനിമം 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള ഡിഗ്രിക്കാർക്കുള്ള അവസരമാണ്. അത് BFSI ബാങ്കിങ്, ഫിനാൻസ് സർവീസസ്, ഇൻഷുറൻസ് മേഖലയിലൊക്കെ മിനിമം 2 year എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. മാക്സിമം 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെസ്റ്റ് ഇല്ല. ആദ്യം ഒന്ന് ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്തിട്ട് പേഴ്സണൽ ഇന്റർവ്യൂവിനും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. 31 August വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. നോക്കുക, ഇതിന്റെ ജോബ് ലൊക്കേഷൻസ് കേരളത്തിലില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കേരളത്തിലും വഴി പ്രത്യേകിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഒട്ടനവധി ലൊക്കേഷനുകളിൽ, നമുക്കറിയാം നമ്മുടെ അടുത്തൊക്കെയുള്ള ഒത്തിരി ലൊക്കേഷനുകളിൽ ഇൻക്ലൂഡിങ് ബാംഗ്ലൂർ ഒക്കെ അവസരങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത അവസരം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജൂനിയർ ഓഫീസർ തസ്തികയിലാണ് അവസരമുള്ളത്. ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ എന്നുള്ളതിൽ ഇത് അറിയപ്പെടും. ഇതും ഒരു ബിസിനസ് പ്രൊമോഷൻ അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ജോലികളായിരിക്കും എന്നുള്ള കാര്യം അറിയുക. ഇവിടെ റീറ്റെയിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആ ഒരു ഡൊമൈനിലായിരിക്കും ജോലി ഉണ്ടായിട്ട് വരിക. ഇതും ഡിഗ്രിക്കാർക്കുള്ള അവസരമാണ്. എന്നാൽ ഇവിടെയും മിനിമം 2 years എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ബാങ്കിലോ NBFCയിലോ ആയിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മാക്സിമം 30 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇതിൻ്റെ കേരളത്തിന് വെളിയിലുള്ള ലൊക്കേഷനിലേ ഉള്ളൂ അവസരങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഡൽഹി, മുംബൈ, പൂനെ, അഹമ്മദാബാദ് ഇങ്ങനെയൊക്കെ ഉള്ളിടത്തായിരിക്കും ജോലി അവസരങ്ങളുള്ളത്. ഇനി എങ്ങനെയായിരിക്കും സെലക്ഷന്? ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് GD ഡേറ്റ് പേഴ്സണൽ ഇന്റർവ്യൂവിനും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് August 31 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പൊ ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അവസരമാണെങ്കിൽ ഫെഡറൽ ബാങ്കിലെ അവസരമാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ചത്. ഈ 2 ബാങ്കുകൾ കൂടാതെ ഇനി നമുക്ക് ഇൻഫോ പാർക്ക്, പ്രത്യേകിച്ച് കൊരട്ടി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ജോബിൻ ആൻഡ് ജിസ്മി എന്ന് പറഞ്ഞ കമ്പനിയിലെ കുറെ അവസരങ്ങൾ കാണാനായിട്ട് കഴിയും. ഇവര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവസരമാണ്. എന്നാൽ 1-2 അവസരങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്ന അവസരം. IT മാത്രമല്ല, സെയിൽസ്, പ്രൊജക്ട് മാനേജ്മെന്റ്, SCO അങ്ങനെയുള്ള മേഖലകളിൽ ബിസിനസ് കൺസൾട്ടന്റ് ഒക്കെ ആയിട്ട്, ടെക്നിക്കൽ ട്രെയിനർ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുവാനായിട്ട് ഇവിടെ അവസരങ്ങളുണ്ട്. ഇത് കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ജോബിൻ ആൻഡ് ജിസ്മിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഇനി നമുക്ക് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ഉള്ള കീ വാല്യൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലുള്ള ചില അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യുന്ന ഷെഡ്സ് കേരളയാണ്. ഷെഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾക്കൊക്കെ റിക്രൂട്ട്മെന്റ് സഹായിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇവര് അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ സാധിക്കും. കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്,
അതായത് നോൺ IT റിക്രൂട്ട്മെന്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 31 ഓഗസ്റ്റ് വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ആരെയാണ് ഇവർ ഹയർ ചെയ്യുന്നത്? PG ഡിഗ്രി, അത് 2025-ലും 2026-ലും കഴിഞ്ഞവരെയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, MTech MCA-ക്കാരെ ഹയർ ചെയ്യത്തില്ല. ബാക്കി എല്ലാ PG ഡിഗ്രിക്കാർക്കും MCOM, MBA അല്ലെങ്കിൽ MA, MSc അങ്ങനെ ഏത് PG കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, എക്സെപ്റ്റ് MTech ആൻഡ് MCA എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 25-ലും 26-ലും കഴിഞ്ഞവർക്കാണ് അവസരം. സാലറി 3.2 lakh per annum എന്നതാണ്. എങ്ങനെയായിരിക്കും സെലക്ഷൻ നടക്കുക? ടെസ്റ്റ് ഒന്നുമില്ല, ആദ്യം ഒരു GD അല്ലെങ്കിൽ നേരിട്ട് ഇന്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. കമ്പനിയെക്കുറിച്ച് ഇവിടെ നൽകുന്നുണ്ട്. അവരുടെ തന്നെ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈൻ, ആ മേഖലയിലെ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ലിങ്ക് ഞാൻ നൽകിയേക്കാം. അവിടെ വന്നിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൺഫേം ചെയ്യുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പക്ഷേ സെക്കൻഡ് ഫേസിൽ റിക്രൂട്ട്മെന്റ് നടക്കുവാണെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യും എന്നാണ് സൂചിപ്പിച്ചേക്കുന്നത്. അപ്പം കൊച്ചി സ്മാർട്ട് സിറ്റിയിലുള്ള കീ വാല്യൂ ഈ ഒരു കമ്പനിയിലേക്ക് 2025-ലും 2026-ലും കഴിഞ്ഞവർക്കുള്ള അവസരമാണ് അവസാനമായിട്ട് സൂചിപ്പിച്ചത്. അപ്പോൾ നോക്കുക, ഞാൻ കണ്ടെത്തിയ ചില അവസരങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, ഇതൊക്കെ അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് അവസരങ്ങളൊക്കെ കണ്ടെത്താം. നല്ലൊരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.